ഉദ്ദിഷ്ട കാര്യം സാധിക്കാൻ നിങ്ങളുടെ ചെരുപ്പിന്റെ വാററ്റാൽ പോലും നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മതി. അള്ളാഹു നിങ്ങളുടെ അടുത്തുണ്ട്, അള്ളാഹു ദയാലുവാണ്, നിങ്ങൾ ചോദിച്ചോളി ഞാൻ ഉത്തരം കൊടുക്കുമെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ വാക്കിനെ ലംഘിച്ചുകൊണ്ട് ചോദിക്കാൻ മറ്റാരുടെ അടുത്തേക്കും പോകുന്ന വിധത്തിലുള്ള പരസ്യങ്ങൾ കൊടുത്ത് ആളുകളെ വഴിതെറ്റിക്കുന്ന ഭക്തി പ്രസ്ഥാനം ഭക്തി വ്യവസായം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. പ്രിയമുള്ളവരെ, സലഫികൾ പൊതുവെ മക്ബറകളൊന്നും സിയാറത്ത് ചെയ്യാറില്ല. കാരണം മരിച്ചവരോട് സിയാറത്ത് ചെയ്യൽ അവരോട് സഹായം ചോദിക്കലാണ്. അങ്ങനെ ചോദിച്ചാൽ അവർക്ക് മരിച്ചതിന് ശേഷം സഹായിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ഈ തരത്തിൽപ്പെട്ട രണ്ട് സലഫി സ്ഥാനാർത്ഥികൾ പല മക്ബറകളിലും പോയിക്കൊണ്ട് ഔലിയാക്കളെ ജീവനോടുകൂടെ പുറത്തെടുത്ത് അവരെ കൊണ്ട് സഹായം വോട്ടൊക്കെ നേടാനുള്ള ശ്രമത്തിലാണ് എന്ന് തോന്നുന്നു. ചില പ്രകടനങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതിലേക്കാണ് ശ്രദ്ധ തിരിക്കുന്നത്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. അടുത്ത ദിവസങ്ങളിലൊക്കെ മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിൽപ്പെട്ട മക്ബറകൾ സിയാറത്ത് ചെയ്യാൻ പോകുന്ന സുന്നികൾ വളരെ നേരത്തെ തന്നെ പോയി സിയാറത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കുന്നതായിരിക്കും കരണീയം. കാരണം നമ്മുടെ രണ്ട് സലഫി സ്ഥാനാർത്ഥികൾ സർവ്വ മക്ബറകളും കയറിയിറങ്ങാൻ വ്യഗ്രത കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരോടുകൂടെ കുറേ ആളുകളുമുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരം വൈകി ചെന്നാൽ ചിലപ്പോൾ മക്ബറയിലേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിൽ പ്രാർത്ഥനാ നിരതരായിരിക്കും അവർ. അപ്പോൾ ആ ദുർഗതി ഒഴിവാക്കാൻ വേണ്ടി അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ പറഞ്ഞ രണ്ട് മണ്ഡലങ്ങളിൽ പ്രത്യേകമായിട്ടും നമ്മുടെ സലഫി സ്ഥാനാർത്ഥികൾ മക്ബറ നിഷിദ്ധമാക്കപ്പെട്ടവരാണെങ്കിലും വോട്ടിന് വേണ്ടി ശിർക്ക് പുണരാം, തൗഹീദ് മാറ്റിവെക്കാം എന്ന മാനിഫെസ്റ്റോ അംഗീകരിച്ചുകൊണ്ട് അവർ വരാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും ആ വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ തിക്കിലും തിരക്കിലും പെട്ട് മക്ബറയിൽ തന്നെ നിങ്ങൾ ഷഹീദാവേണ്ട അവസ്ഥ വന്നു പോകും എന്നാണ് നേരത്തെ അറിയിക്കാനുള്ളത്. ഉദ്ദേശിക്കുന്നവരൊക്കെ നേരത്തെ എത്തുക, അല്ലെങ്കിൽ പിന്നെ മക്ബറ സിയാറത്തൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷത്തേക്ക് മാറ്റിവെക്കുക. ഇവിടെ പറഞ്ഞു വരുന്നത് ഈ രണ്ട് സ്ഥാനാർത്ഥികൾ സലഫികളാണ് എന്നത് അറിയപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇവർ സുന്നി ആചാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പലർക്കും സംശയമുണ്ടാകും. എന്നാൽ അതൊക്കെ വോട്ടിന് വേണ്ടി മാറ്റിവെക്കുന്ന തൗഹീദും ആണ്. വോട്ടിന് വേണ്ടി ശിർക്ക് അവർ പുണരുകയും ചെയ്യും എന്നുള്ളത് അവരുടെ വാക്കുകളിൽ നിന്ന് തെളിയിക്കപ്പെട്ടതാണ്. സലഫി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നമ്മുടെ ടിയും ടിപിയും കൂടെ മത്സരിക്കുകയാണ് എങ്കിൽ കെട്ടിവെച്ച കാശ് പോലും അവിടെ കെട്ടിവെക്കലുണ്ടെങ്കിൽ ടിപിക്ക് കിട്ടാത്ത രീതിയിൽ വഹാബി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ ക്ലാസ്മാനായ നമ്മളെ ടി അവിടെ ജയിച്ചു കയറും എന്ന കാര്യം ഉറപ്പാണ്. അത്രമാത്രം വഹാബിസത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന, സുന്നികളുടെ വോട്ട് വാങ്ങിയിട്ട് അധികാരത്തിൽ കയറി സുന്നി പണ്ഡിതന്മാരൊക്കെ വളരെ വിമർശിക്കുന്ന അദ്ദേഹത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് സുന്നികൾ, വോട്ട് ചെയ്യാൻ പോകുന്ന സുന്നികൾ ഇനിയെങ്കിലും ചിന്തിച്ചാൽ നന്നായിരിക്കും എന്നാണ് ഉണർത്താനുള്ളത്. ഇത് പറയുമ്പോൾ അദ്ദേഹം സുന്നിയാണല്ലോ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാകും മക്ബറയിലെ സിയാറത്ത് കണ്ടിട്ട്. അതിനെക്കുറിച്ച് ശേഷം പറയാം. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഒക്കെ തനിനിറം എന്താണെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയട്ടെ. നമുക്ക് കേട്ടു തുടങ്ങാം അല്പാൽപമായിട്ട്. വളരെ വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ്. കാരണം ഷിർക്ക് എന്നെ ലളിതവൽക്കരിക്കുക. അങ്ങനെ ചെയ്താൽ ഷിർക്കാവില്ല, ഇങ്ങനെ ചെയ്താൽ ഷിർക്കാവില്ല, ഇന്നമാതിരി വിളിച്ചാൽ ഷിർക്കാവില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ജനങ്ങളുടെ ഇടയിൽ അതിനുള്ള, അതായത് അള്ളാഹുത്താല എല്ലാ തെറ്റും പൊറുക്കും, വേണ്ടി വന്നാൽ അള്ളാഹുത്താല പൊറുക്കില്ലെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള, ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൽ പങ്കു ചേർക്കൽ എന്ന ഗൗരവതരമായൊരു കാര്യത്തെ സംബന്ധിച്ച് ആളുകളെ പേടിപ്പിച്ച് നിർത്തുന്നതിന് പകരം അതിന് എന്തിനാണ് ലളിതവൽക്കരിക്കുന്നത്? സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്ക് താക്കീതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. പണ്ഡിതന്മാരെന്തു ചെയ്യുന്നു?
മുഹീദ്ദീൻ ഷേഖിനെ വിളിക്കുന്നു, മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്യുന്നു, മഹാന്മാരോട് സഹായം തേടുന്നു. ഈ കാര്യങ്ങളൊക്കെ ശിർക്ക് കടന്നു വരുന്നു. ഇത് സൂക്ഷിക്കുന്നില്ല. ഇത് സമുദായത്തെ അവർ ആകെ ഈ ശിർക്കിൽ മുക്കി നശിപ്പിക്കുകയാണ് എന്ന് പണ്ഡിതന്മാർക്കെതിരെ കുതിര കയറിക്കൊണ്ടാണ് ഈ സലഫി മോട്ടിവേഷൻ സ്ഥാനാർത്ഥി ക്ലാസ് എടുത്തിട്ടുള്ളത്. സുന്നികളെ നിങ്ങൾ കണ്ടറിയുക, ഇതിന് പണ്ഡിതന്മാരെ കരുവാക്കുകയാണ്. അത് ശിർക്കാവില്ല, ഇത് ശിർക്കാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ശിർക്ക് ചെയ്യിപ്പിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പരാതി. തുടർന്ന് അദ്ദേഹം പറയട്ടെ. അതിനെ ലളിതവൽക്കരിക്കുന്നതിൻ്റെ ഫലമായി കിട്ടാൻ പോകുന്ന ലാഭം എന്താണ്? നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട്. അമാനി മൗലവി സാഹിബിൻ്റെ ഖുർആൻ പരിഭാഷയുടെ ഒരു വ്യാഖ്യാനത്തിൽ ഞാൻ ഈയിടെ വായിച്ചൊരു സംഗതി, വലിയ ശിർക്കിനെ കുറിച്ചല്ല പേടിക്കേണ്ടത്, ചെറിയ ശിർക്കിനെ കുറിച്ചാണ്. എന്താണ് മൗലവി അതിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, വളരെ നല്ലൊരു ഉദാഹരണമാണ്. മൗലവിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ, ആ കാലത്ത് അമാനി മൗലവി ഖുർആൻ പരിഭാഷ എഴുതിയ കാലത്ത് മൗലവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭാഷയുടെ ആ സൗന്ദര്യം ഒന്നും ഇന്ന് ആലോചിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിനുള്ള പ്രധാന അവലംബം വഹാബികളിൽ ഏറ്റവും വലിയ പ്രമുഖനായ ഖുർആൻ പരിഭാഷകനായ അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ ഭാഷാ കഴിവ് കൊണ്ട് അദ്ദേഹം തീർത്തതായ രചന അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുകയും അതിലാണ് യഥാർത്ഥ തൗഹീദ് കുടികൊള്ളുന്നതെന്നും ഷിർക്കിനെതിരെയുള്ള എല്ലാവിധ പ്രശ്നങ്ങളെയും അതിൽ പരിഹരിച്ചിട്ടുണ്ട് എന്നും അത് വളരെയധികം ഗൗരവമുള്ള കാര്യമാണ് എന്നും വലിയ ശിർക്ക് പ്രശ്നം ആക്കേണ്ടതില്ല, കാരണം അതാരും അതിൽ വഞ്ചിതരാകൂല. ചെറിയ ശിർക്കാവുന്ന മൗലിദ്, കുത്തുബിയ്യത്ത്, റാത്തീബ്, അതുപോലെ മക്ബറ സിയാറത്ത് തുടങ്ങിയതാണ് സൂക്ഷിക്കേണ്ടതെന്നുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്യങ്ങളുടെ ഉള്ളിലുള്ള യാഥാർത്ഥ്യങ്ങൾ. ഷിർക്ക് വന്നു ചേരുന്നതിൻ്റെ കണികകളെല്ലാം ഗവേഷണം ചെയ്തുകൊണ്ട് അമാനി മൗലവി അതിൽ തെളിയിച്ചിട്ടുള്ള ആ ദീപശിഖ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം അതിൻ്റെ നാനാവശങ്ങളിലേക്കും മോട്ടിവേഷനിലൂടെ ഉണർത്തുന്ന കാര്യങ്ങളാണ് തുടർന്ന് കേൾക്കാൻ പോകുന്നത്. മൗലവി അതിൽ വിശദീകരിക്കുകയാണ്. കറുത്ത കൂരിരുട്ടിൽ മിനുസമുള്ള കറുത്ത തറയിലൂടെ എറുമ്പഴഞ്ഞു വരുന്നത് പോലെ വരുന്ന ഷിർക്കിനെയാണ് പേടിക്കേണ്ടത്. ബിംബാരാധന, അതുപോലെ അമ്പലത്തിൽ പോവുക തുടങ്ങിയ വലിയ ഷിർക്ക് അതാർക്കും കണ്ടാൽ മനസ്സിലാകും ഷിർക്കുമെന്ന്. പക്ഷേ ചെറിയ ഷിർക്കുകൾ അഥവാ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും മൗലിദ്, റാത്തീബ്, കുത്തുബിയത്ത് ഇത് പാടില്ല എന്നാണ് പറഞ്ഞത്രേ. അങ്ങനെ വലിയ ഷിർക്കിനെ പേടിക്കേണ്ടതല്ല അർത്ഥം. വേറൊരു പഠിച്ചവനുണ്ടെന്ന് ആരും പറയില്ല, അള്ളാഹിനെ പോലെ വേറൊരു അള്ളാഹുണ്ടെന്ന് പറയില്ല. എന്നാൽ നിങ്ങളറിയാതെ കൂരിരുട്ടിലൂടെ കറുത്ത പ്രതലത്തിലൂടെ കടന്നു വരുന്ന എറുമ്പിനെ പോലെ, ഇഴഞ്ഞു നീങ്ങുന്ന എറുമ്പിനെ പോലെ വരുന്ന ഷിർക്കിനെ പേടിക്കണമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ്? അറിയാതെ നിങ്ങളിൽ വഴുതി വീഴുന്ന ഷിർക്കിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ, അത്രയും പേടിപ്പിച്ച് നിർത്തേണ്ട ഒരു സംഗതിയിൽ ലളിതവൽക്കരിച്ചുകൊണ്ട് എന്തിനാണ് പാവപ്പെട്ടവരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത്? അതെ, ഇത്തരത്തിലുള്ള ചെറിയ ഷിർക്കുകൾ ചെയ്യിപ്പിച്ച് വലിയ ഷിർക്കുകളിലേക്ക് പാവപ്പെട്ട ജനങ്ങളെ എന്തിനാണ് ഈ പണ്ഡിതന്മാർ കൂട്ടിക്കൊണ്ടുപോകാൻ ഗൂഢാലോചന നടത്തുന്നത്, കുതന്ത്രങ്ങൾ മെനയുന്നത് എന്നൊക്കെയാണ് ഈ സലഫിസ്റ്റ് പറയുന്നത്. പാവപ്പെട്ട ജനങ്ങളെ ഇങ്ങനെ ഷിർക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് ആരാണ് എന്നും കൂടെ ഈ സലഫിസ്റ്റ് തുറന്നു പറയുന്നു. അപ്പോൾ വലിയ മതരംഗത്തുള്ള ആളുകൾ വലിയ പ്രസംഗപീഠത്തിൽ നിന്ന് അതൊന്നും സാരമില്ല, അങ്ങനെ വിളിച്ചാൽ കുഴപ്പമില്ല, ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകുന്ന ഈ ഷിർക്കിനെക്കുറിച്ചുള്ള പേടിയെ ലളിതവൽക്കരിക്കുന്നതിന് പിന്നിലുണ്ടാകുന്ന തെറ്റായ പ്രവണതയെ തിരിച്ചറിയാൻ കഴിയണമെന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ചാലഞ്ച്. അതുതന്നെയാണ് പുതിയ തലമുറ ഗൗരവമായി ഏറ്റെടുക്കേണ്ട പ്രശ്നവും എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുകയാണ്. ആ നിലയിലുള്ള പ്രവർത്തനം ഒരു ഭാഗത്ത്. ഇത്തരത്തിലുള്ള വലിയ പണ്ഡിതന്മാർ ദുർമാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുന്ന വിഭാഗമാണ് സലഫിസ്റ്റുകളായ വഹാബികൾ എന്നാണ് ഇദ്ദേഹം ആ പ്രഭാഷണത്തിൽ പറയുന്നത്. സമസ്തയുടെയൊക്കെ മഹോന്നതരായ പണ്ഡിതന്മാരാണ് ഈ പാവം ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നും അതിൽ നിന്നും വ്യതിരിക്തമാക്കാൻ വേണ്ടി, മോചിപ്പിക്കാൻ വേണ്ടി സലഫി പ്രസ്ഥാനമാണ് ശ്രമിക്കുന്നത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞ് തുടരുന്നത്. വലിയ പണ്ഡിതന്മാർ ഷിർക്കിലേക്ക് നയിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന വഹാബികളാണ് ആ രംഗത്ത് സജീവമായിട്ടുള്ളത് എന്നും, പിന്നെ മറ്റൊരു ഭക്തിപ്രസ്ഥാനമാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് മക്ബറകളിലേക്കും മറ്റുമൊക്കെ ജനങ്ങൾ ഭക്തി പ്രകടിപ്പിച്ചൊക്കെ പോകുന്നുണ്ടല്ലോ, അതിനെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത താളം വരുന്നത്. മറ്റൊരു ഭാഗത്ത് എന്താണ് ലോകത്തിലെ ഏറ്റവും ലാഭമുള്ള വ്യവസായം
ഭക്തി വ്യവസായമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട. ഇൻവെസ്റ്റ്മെൻറ്റിൽ ആവശ്യമില്ലാതെ വമ്പിച്ച തോതിലുള്ള റിട്ടേൺ ഉണ്ടാക്കാവുന്ന മോസ്റ്റ് പ്രോഫിറ്റബിൾ ബിസിനസ് എന്ന് പറയാവുന്ന സംഗതിയാണ് ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിൻ്റെ പേരിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു ഇവിടെ. മതത്തിൻ്റെ വലിയ വലിയ പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ആളുകൾ അതിൻ്റെ പുറത്ത് ഒരുപാട് വിവാദങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. എത്ര ദിനരാത്രങ്ങളാണ് ഇതിനെ സംബന്ധിച്ച ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. എത്ര എനർജിയാണ് നഷ്ടപ്പെടുത്തുന്നത്. എത്ര പത്രത്തിൻ്റെ കോളങ്ങളാണ് ഈ വിവാദങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇതാക്കുന്നത്. സുന്നി പണ്ഡിതന്മാർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങളും ആചാരങ്ങളും പ്രചരിപ്പിക്കുന്നതിലുള്ള അദ്ദേഹത്തിനുള്ള ആ ശല്യം, അതാണ് അദ്ദേഹം ഓരോന്ന് ദുരിതപർവമായി എണ്ണിപ്പറയുന്നത്. അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ കിട്ടിയത് എങ്ങനെയാണ്? അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഏറ്റെടുത്തതല്ല, പാരമ്പര്യമായി പിതാവിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. കാരണം പിതാവ് വായിക്കാൻ വേണ്ടി കൊടുത്ത പുസ്തകങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയട്ടെ. പണ്ട് പുസ്തകങ്ങൾ തന്നെ ഉണ്ടായിരുന്നില്ല മലയാളത്തിൽ. മതത്തിൻ്റെ കാര്യങ്ങൾ എൻ്റെ വാപ്പ മോശമായിരുന്നു. വാപ്പ തിരങ്ങാടി ഇന്ന് അൽമുർഷിദ് വാങ്ങിച്ചുകൊണ്ട് വരണ്ടായിരുന്നു. ഞാൻ അന്ന് കണ്ടതാണ്. നല്ല സലഫി ബാപ്പാൻ്റെ മോൻ തന്നെയാണ് ഇദ്ദേഹം എന്ന് ഇദ്ദേഹം പ്രവൃത്തിയിലൂടെ തെളിയിച്ചിരിക്കുന്നു. പക്ഷെ നമുക്കിവിടെ പറയാനുള്ളത്, ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസികളെ ഇത്രമാത്രം കയർത്ത് സംസാരിക്കുകയും സലഫി സ്റ്റേജുകളിൽ പോയി സുന്നി പണ്ഡിതന്മാരെ വലിച്ചു കയറുകയും ചെയ്യുന്ന ഇദ്ദേഹത്തിന് വോട്ട് ഒന്നാകെ കൊട്ടിക്കൊടുക്കുവാൻ പണ്ഡിത സംഘടനയുടെ വാഗ്ദാക്കളായ ആളുകൾ കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോഴുമൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതിൽ ദുരന്തമാണ് ചിന്തിക്കാൻ കഴിയാത്തത്. ബുദ്ധി അവർക്ക് അവശേഷിക്കുന്നുണ്ട് എങ്കിൽ ഇത്തരം സലഫികളെ കൊണ്ട് ഈ സമുദായത്തിന് എന്താണ് ഈ കിട്ടുക എന്നുള്ളത് ചിന്തിക്കാൻ ഇത്ര മതി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചുരുങ്ങിയത് ഇദ്ദേഹത്തിൻ്റെ സലഫിസം വ്യക്തമാക്കാൻ ഇത് മതിയാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സലഫി നമ്മളെ രംഗത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി മറ്റേ സലഫിനെ കുറിച്ചാണ് നമുക്ക് അറിവ് കിട്ടേണ്ടത്. അദ്ദേഹവും ഈ ദർഗകളെക്കുറിച്ചൊക്കെ വളരെ മോശമായ അഭിപ്രായം പറഞ്ഞവരാണ്. സമുദായം മതപ്പതിക്കാൻ കാരണം എന്താ? പള്ളികളിൽ നിന്ന് ദർഗയിലേക്ക് മുസ്ലിം സമുദായം പോയതാണ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആചാരത്തിനെതിരെയാണ് രണ്ടാളും. പിന്നെ അല്ലാതെ അദ്ദേഹം സമദാനി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി എല്ലാവരെയും സലാത്തി ചെല്ലിപ്പിക്കുന്നുണ്ടല്ലോ, അദ്ദേഹം സുന്നിയാണല്ലോ എന്നൊക്കെ വാദിക്കുന്ന ചില ആളുകളുണ്ടാവും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരൊക്കെ ചെയ്യും. പക്ഷെ അവരുടെ ഉള്ളിൽ ശരിക്കും ഈ പറയപ്പെട്ട സലഫിസം, സുന്നികൾ ചെയ്യുന്ന ആചാരം മുഴുവനും ശിർക്കാണ് എന്ന് ഉള്ള ധാരണയാണ് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അദ്ദേഹം സുന്നിയിലേക്ക് ഏതെങ്കിലും ഒരു കാലത്ത് വന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. അദ്ദേഹം സിമിയുടെ ആളായിരുന്നു. അതിനുശേഷം MSF വന്നു. സിമിയിൽ നിന്ന് ഏത് കാദിയാനിക്കും MSF വരാമല്ലോ. അതുകൊണ്ട് തന്നെ അത് സുന്നിയായി എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് പലരും ഉദ്ധരിക്കുന്നത്. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സംഘടനയുടെ ആളായിട്ട് ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം സുന്നിയിലേക്കാണ് പിന്നെ വരേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം സുന്നിയിലേക്കല്ല വന്നത്. ഏത് കാദിയാനിക്കും ഏതാൾക്കും ഉണ്ണികൃഷ്ണന് വരെ അംഗമാകാവുന്ന MSF വന്നത്. അതുകൊണ്ട് അദ്ദേഹം സുന്നിയായി വന്നു എന്നൊരു തെളിവ് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊന്നും ഒരു തവസുൽ ഇസ്തിഗാസയോ കുത്തുബിയ്യത്തോ കണ്ടിട്ടില്ല. അതുകൊണ്ട് സുന്നികൾ മനസ്സിലാക്കുന്നു അദ്ദേഹം സലഫി തന്നെയാണ് എന്ന്. അതുപോലെ തന്നെ റസൂലുള്ളാഹിനെ ഇഷ്ക് വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തട്ടിവിട്ട കുറേ വിഷയങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ ഇത് മാത്രം മതി എന്നാണ് അറിയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പത്ര കട്ടിങ് നമുക്ക് കാണണം. ദർഗയിലേക്കാണ് മുസ്ലിങ്ങളെ നയിക്കപ്പെടുന്നത് എന്ന് അദ്ദേഹം അവതരിപ്പിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരുനങ്ങാടിയിലുള്ള മുഴുവൻ മക്ബറകളുടെയും ഗൈഡായിട്ട് വർദ്ധിച്ചിരുന്ന നമ്മളെ KPA മജീദ്, അദ്ദേഹത്തിൻ്റെ ആ പോക്ക് കണ്ടപ്പോൾ എല്ലാവരും മനസ്സിലാക്കി അദ്ദേഹം സുന്നി ആയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഈ മക്ബറ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വോട്ടിന് ഈ ശിർക്ക് കുഴപ്പമില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കരിപ്പൂരിൽ നടന്ന മജ്‌ലിസുദ്ദഅവയുടെ പ്രഭാഷണത്തിൽ നിന്ന് സുന്നികളെ വീണ്ടും പുതിയ തൗഹീദൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ അവരുടെ അവസരവാദ തുറുപ്പ് ഷീട്ടാണ് ഇവർ മക്ബറയിൽ പോകുന്നതും മറ്റുമൊക്കെ. അപ്പോൾ ചുരുങ്ങിയത് മക്ബറ പലതും ഇനി സന്ദർശിക്കും. എല്ലാവരും ദിക്കിലും തിരക്കിലും പെടാതിരിക്കാൻ വേണ്ടി നേരത്തെ സമയം കണ്ടും കേട്ടുമൊക്കെ പോകണം എന്നാണ് അറിയിക്കാനുള്ളത്. കാരണം എല്ലാ മക്ബറകളിലും ഇവരുടെ സന്ദർശനം എത്തും. ആ ശിർക്ക് അവിടെ തൽക്കാലം മാറ്റിവെക്കും. ഈ സന്ദർശനം കാണുമ്പോൾ മരിച്ച ആളുകൾക്ക് യാതൊരു കഴിവില്ല എന്നാണല്ലോ ഇവർ വിശ്വസിക്കുന്നത്. എന്നാൽ ഇവർ ഈ സിയാറത്തിന് പോയി നിൽക്കുന്ന രംഗം കണ്ടാൽ മരിച്ച ആളുകൾ ഹയാത്തോടു കൂടെ വന്ന് വോട്ട് ചെയ്യും എന്നൊക്കെ തോന്നും
അവരുടേതായ ആ നിൽപ്പ് കണ്ടാൽ, ആ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന നിൽപ്പ് കണ്ടാൽ, ഇത് മറ്റൊരർത്ഥത്തിൽ പറയുമ്പോൾ മഹാശിർക്കാണ്. പക്ഷേ വോട്ടിന് വേണ്ടി ഈ ശിർക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം, അവിടെ തൗഹീദ് കേട് വരില്ല. ഈ രീതിയിലുള്ള വൈരുദ്ധ്യാധിഷ്ഠിത വാദമാണ് സലഫിസത്തിനുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ നല്ല തിണ്ണ ബലമുള്ള നേതാക്കന്മാരെയാണ് സമുദായ രാഷ്ട്രീയ പാർട്ടി രംഗത്തിറങ്ങിയിട്ടുള്ളത്. ചിന്തിക്കുന്നവർ ചിന്തിക്കുക, ചിന്തിച്ച് വോട്ട് ചെയ്യുക, ഇത് മാത്രമേ പറയാനുള്ളൂ.